നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പങ്കെടുക്കാം എന്ന് KPCC പ്രസിഡന്റ്. പങ്കെടുക്കാൻ രാഹുലിന് തടസ്സമില്ല. പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണെന്നും സണ്ണി ജോസഫ് കൊച്ചിയിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിറ്റീസ് ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു MLA എന്ന നിലയിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അത് രാഹുലിന്റെ തീരുമാനമാണ് എന്ന് പറയുന്നത് ആരാ? അത് സണ്ണി വക്കീല, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നു അത് രാഹുലിന്റെ തീരുമാനം. കാരണം രാഹുൽ ഇപ്പോ പാർട്ടിയിലില്ല. അയാൾ കോൺഗ്രസ്സുകാരനല്ല. അയാൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന, അച്ചടക്ക നടപടി നേരിടുന്ന ഒരു വ്യക്തിയാണ്. അയാൾ കോൺഗ്രസിന്റെ പടിക്ക് പുറത്തു നിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? കോൺഗ്രസ് തീരുമാനമെടുക്കില്ല. ഒരു MLA എന്നുള്ള രീതിയിൽ അയാൾക്ക് നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല സഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ സഭയിൽ കോൺഗ്രസ് എന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ക്യാമ്പയിനുകൾ ഉണ്ടായാലും അയാളെ സംരക്ഷിക്കുകയുമില്ല. ആ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്നുള്ളത് സഭയുടെ സ്പീക്കർ എന്ന രീതിയിൽ സ്പീക്കർ AN ഷംസീറിന് മാത്രമാണ്. പാർട്ടിയുടെ ഭാഗമല്ലാത്ത, പാർട്ടി പാർലമെന്ററി ബോഡിയിൽ അംഗമില്ലാത്ത അയാൾ സസ്പെൻഷൻ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാവില്ല. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണല്ലോ അല്ലേ? എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് കൈവിടുകയോ അയാളെ തള്ളിക്കളയുകയോ ചെയ്യുകയല്ല. കോൺഗ്രസ് ചെയ്യുന്നത് പാർട്ടി പ്രതിരോധത്തിലാവാതെ നോക്കുക എന്നുള്ളത് അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ചുമതലയാണ്, കടമയാണ്. എസ്പെഷ്യലി ഒരു സർക്കാരിന്റെ കാലാവധി തീരാൻ പോകുന്നു. അടുത്ത ഒരു 8 മാസത്തിനുള്ളിൽ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. ഈ സമയത്ത് ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം അതിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോ പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് അയാൾക്ക് ഒരു MLA എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണോ തോന്നുന്നത് അയാളുടെ ഇഷ്ടപ്രകാരം അത് അയാളുടെ ചോയ്സ് ആണ്, അയാൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അയാൾക്ക് വിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ റോളില്ല എന്ന് മാത്രമല്ല, യാതൊരുവിധ സംരക്ഷണങ്ങളോ യാതൊരുവിധ ഉത്തരവാദിത്വമോ കോൺഗ്രസ് ഏറ്റെടുക്കില്ല. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് രാഹുലിനെ പ്രതിരോധിച്ചതുകൊണ്ട് സമയം കളയാൻ കോൺഗ്രസിന് ഇനി സമയമില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പിണറായി വിജയൻ അന്താളിച്ച് നിൽക്കുന്നത്. കാരണം പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർത്തിയ അന്ന് മുതൽ പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഈ നിയമസഭാ സമ്മേളനം എങ്ങനെയെങ്കിലും 15-ാം തീയതി ഒന്ന് ആയി കിട്ടാനാണ്. കാരണം അങ്ങനെ ആയി കിട്ടി രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തണമെന്നും പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. സഭയിൽ എത്തിയാൽ മാത്രം പോരാ, സഭയിൽ എത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുവാനും പ്രതിരോധിക്കുവാനും കോൺഗ്രസ് മുന്നിൽ ഉണ്ടാവണമെന്നും പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. ഈ പിണറായി വിജയന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും നേരെ വിപരീതമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഹുൽ വരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് രാഹുൽ തന്നെ. അത് രാഹുലിന്റെ ഇഷ്ടവും അനിഷ്ടങ്ങളുമാണെന്ന് പറഞ്ഞ് രാഹുലിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ആരാണ് രാഹുൽ വന്നാൽ രാഹുലിനെ സഭയിൽ സംരക്ഷിക്കുക എന്നുള്ള ചോദ്യത്തിന് ആ സംരക്ഷണം ഒരുക്കേണ്ടത് സ്പീക്കറാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് സണ്ണി ജോസഫ്. അതോടുകൂടി പിണറായി വിജയന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇനി രാഹുൽ സഭയിൽ വന്നാൽ അവിടെ ക്യാമ്പയിനിങ്ങോ പ്രചരണങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. കോൺഗ്രസ് എന്ത് ചെയ്യും? കോൺഗ്രസിൻ്റെതായ രീതിയിലൂടെ മുന്നോട്ട് പോകും. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ പാർട്ടിയുടെ അംഗമല്ല, പാർലമെന്ററി പാർട്ടിയിലും രാഹുൽ അംഗമല്ല. സംഘടനാപരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പടിക്ക് പുറത്താണ്. അത് മാത്രമല്ല, കോൺഗ്രസ് ഒരു പടി കൂടി മുന്നിൽ കിടന്നുകൊണ്ടാണ്, ചിന്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതായത് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായി സ്പീക്കറായിട്ടുള്ള AN ഷംസീറിന് കത്ത് നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ പാർട്ടി അംഗമല്ലെന്നും പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലെന്നുമുള്ള കാര്യം ഷംസീറിനെ രേഖാമൂലം അറിയിക്കും. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ
രാഹുലിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളോ മറുപടി പറയേണ്ട ഒരു അവസ്ഥയോ കോൺഗ്രസിന് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, രാഹുൽ സഭയിലേക്ക് വരികയും രാഹുലിനെ സംരക്ഷിക്കേണ്ട ചുമതല ഒരു MLA എന്ന നിലയിൽ അയാളെ സംരക്ഷിച്ച് പിടിക്കേണ്ട ചുമതല അത് സ്പീക്കർക്കുള്ളതായി മാറുകയും ചെയ്യും. അപ്പോ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നത് പിണറായി. അങ്ങനെ വരുമ്പോൾ പ്രതിരോധത്തിലാവുന്നത് പിണറായി വിജയനും സഖാക്കളുമാണ്. കാരണം സ്പീക്കറായിട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് AN ഷംസീറാണ്. ഈ AN ഷംസീർ LDFിന്റെ ഭാഗമാണ്, CPMന്റെ ഭാഗമാണ്, CPMന്റെ MLA ആണ്. ഈ രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള രീതിയിൽ സഭയിലെത്തിക്കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമായിരിക്കുമ്പോൾ ഈ രാഹുലിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് വരാമെന്ന് സഖാക്കളായിട്ടുള്ള LDFിന്റെ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും കരുതിയാൽ അതിനെ തടയിടേണ്ടത് സ്പീക്കറുടെ ചുമതലയായി മാറും. അപ്പോ പ്രതിഷേധിക്കാനും പറ്റില്ല, പ്രതിഷേധിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുലിന്റെ വിഷയം അവിടെ ഉയർത്തി കാണിക്കുമ്പോൾ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ വരും, P ശ്രീരാമകൃഷ്ണൻ വരും, P ശശി ചർച്ച ചെയ്യപ്പെടും, PK ശശിയെ ചർച്ച ചെയ്യപ്പെടും, AK ശശീന്ദ്രനെ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ തുടങ്ങി LDFിന്റെ ഭാഗമായിട്ടുള്ള മുകേഷ് അടക്കമുള്ളവരെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാവും. ഈ ചർച്ചകളെ പ്രതിരോധിക്കേണ്ടതും ഇത്തരത്തിൽ സ്പീക്കറുടെയും പിണറായി വിജയന്റെയും ബാധ്യതയും ചുമതലയും കടമയായി മാറുമ്പോൾ, അങ്ങനെ മാറുമ്പോൾ എന്താണ് കാര്യം? പിണറായി വിജയന് വാ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഈ നീക്കം കണ്ടിട്ട് എല്ലാ വിധത്തിലും അന്താളിപ്പ് അത് LDF ക്യാമ്പിലാണ്, പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലാണ്. ഇപ്പൊ ചർച്ചകൾ പുരോഗമിക്കുകയാണ് AKG സെന്ററിൽ. രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ സഖാക്കൾ പ്രാർത്ഥനയിലാണ്. രാഹുൽ സഭയിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് സഖാക്കൾ. കാരണം രാഹുൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിരോധത്തിലാവുന്നത് ഷംസീറും പിണറായി വിജയനുമാണ്. ഷംസീറിനെ സംരക്ഷിക്കണം, അത് പിണറായി വിജയന്റെ ചുമതലയാണ്. ബാക്കിയുള്ള MLA-മാരുടെ വായടപ്പിക്കണം, അത് ഷംസീറിന്റെ ചുമതലയുമാണ്. ഇങ്ങനെ വരുമ്പോ പ്രതിരോധം തീർക്കേണ്ടത് സഖാക്കളാണ്. അതുകൊണ്ട് അവർ മുട്ടിപ്പായി പ്രാർത്ഥിപ്പാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സ് മാറി എങ്ങനെയെങ്കിലും സഭയിൽ വരാതിരിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ് സഖാക്കൾ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ കോൺഗ്രസ് അവരുദ്ദേശിച്ച ലക്ഷ്യം കാണുകയും ചെയ്യും. അവർ സർക്കാരിനെതിരെ ശക്തമായ ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്താണോ LDFും പിണറായി വിജയനും ആഗ്രഹിച്ചത്, പ്രതിപക്ഷവും VD സതീശനും എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കരുത്, എന്തൊക്കെ പറയരുത്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കരുത് എന്നവർ ആഗ്രഹിച്ചുവോ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളെയും വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. VD സതീശൻ പിണറായിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി തന്നെ ചോദിക്കേണ്ട ഓരോ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യും. മറുപടി പറയാനാവാതെ പ്രതിരോധത്തിലായി എല്ലാം കൊണ്ടും ഒരു തീറാത്തവൻ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞു കേട്ടില്ലേ? അത്തരത്തിൽ ഒരവസ്ഥയിലായിരിക്കും പിണറായി വിജയന്റെ ഈ 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പിണറായി വിജയന്റെ ഒരു അവസ്ഥ. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് പിണറായി വിജയനും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യതകളുമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്.